ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ പെരട്ടാണ്. അതിനു വേണ്ടിയുള്ള ചിക്കൻ നമ്മൾ മസാല പെരക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മസാല കൂട്ട് എന്ന് പറയുന്നത് വരട്ടിയെടുത്ത ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് വരട്ടിയെടുത്ത് ഈ എടുത്തിരിക്കുന്ന ചിക്കനിൽ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി അടുത്തത് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് വഴറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു കടായിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളി വഴറ്റി കഴിഞ്ഞിരിക്കുന്നു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതാണ് അടുത്തത്. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ മിക്സിയിൽ ക്രഷ് ചെയ്തതാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. അതൊന്ന് വഴറ്റാൻ വേണ്ടി കാത്തു നിൽക്കുക. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ഇട്ടിരിക്കുകയാണ്. അതിന് വഴറ്റാൻ വേണ്ടി കാത്തു നിൽക്കുക. ഇപ്പോൾ തക്കാളിയുടെയും ഉള്ളിയുടെയും എല്ലാം കളർ മാറി വന്നിരിക്കുന്നു. ഇനി ഇതിലേക്ക് ചിക്കനാണ് ഇടേണ്ടത്. മസാല പെരക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പോൾ വഴറ്റിയ ഉള്ളി, തക്കാളി, ഇഞ്ചി പേസ്റ്റ് എന്നിവയിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ചിക്കൻ പെരട്ടായതുകൊണ്ട് നമ്മളധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ നിന്ന് തന്നെ, ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഒരു 10 മിനിറ്റ്, ഞാൻ പറഞ്ഞതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളം ഊർന്നു വരുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് വേവാൻ വേണ്ടി കാത്തേക്കുക. അതിനുശേഷം മല്ലിച്ചപ്പ് ഇട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയാകാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് മല്ലിയിലയാണ്. ഇനി ഇത് കുറച്ച് വെള്ളം കൂടി വറ്റിയാൽ ചിക്കൻ പെരട്ട റെഡിയാകും. ഇപ്പോൾ എല്ലാം ചിക്കനെല്ലാം വെന്തിരിക്കുന്നു. നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം ഇതിനകത്തെ പുക വരുന്നത്. ഇത് നമ്മുടെ സ്വന്തം നാടൻ സ്റ്റൈലാണ്. ഞാൻ ബാച്ചലറായതുകൊണ്ട് ഞാൻ സ്വന്തമായി ഉണ്ടാക്കുന്നതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. വെള്ളപ്പം എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം.